നമസ്കാരം. മാജിക്കൽ പ്രാക്ടീസിൻ്റെ 6th ഡേ ആണിന്ന്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മളുടെ ജോലിയോട് കൃതജ്ഞതയുള്ളവരായിരിക്കണം. നമ്മൾക്ക് ചിലപ്പോൾ ചെറിയ ജോലിയാവട്ടെ വലിയ ജോലിയാവട്ടെ ഒരു ജോലി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, ആ ജോലി കൊണ്ട് നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ജോലി ചെയ്യുന്നു, അതുകൊണ്ട് എൻ്റെ കുടുംബം പുലർത്താൻ കഴിയുന്നു, എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്നു, എൻ്റെ വീട്ടുചെലവുകൾ നടത്താൻ കഴിയുന്നു. അതിന് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവളാണ്, അല്ലെങ്കിൽ നന്ദിയുള്ളവനാണ്. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാനിപ്പോൾ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവളാണ്, അല്ലെങ്കിൽ നന്ദിയുള്ളവനാണ്. ഇനി വീട്ടമ്മയാണെങ്കിൽ ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്താൻ എനിക്ക് ദൈവം ആരോഗ്യം തന്നതിനും അത് ചെയ്യാൻ കഴിയുന്നതിനും എനിക്ക് നന്ദിയുണ്ട്. എൻ്റെ കുട്ടികളുടെ കാര്യം നോക്കാൻ കഴിയുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കാൻ കഴിയുന്നു. അങ്ങനെ വീട്ടമ്മ ചെയ്യുന്നതും ചെറിയ പ്രവൃത്തിയൊന്നുമല്ല, മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും മഹത്തരമായ പ്രവൃത്തിയാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു സമയം കണ്ടെത്തി ഏൺ ചെയ്യാനൂടെ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, അങ്ങനെ സാഹചര്യമുള്ളവർ സൈഡായിട്ടെങ്കിലും. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു അദൃശ്യനായ മാനേജർ നമ്മൾക്ക് കാണാൻ കഴിയില്ല, പക്ഷേ നമ്മളുടെ ഒപ്പം നടക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ ഒരാളെ ശ്രദ്ധിക്കുന്നുണ്ട് കണ്ടാൽ നമ്മൾ നമ്മുടെ പ്രവൃത്തി നല്ല 100% വിശ്വസ്തയോടെ ചെയ്യും. അത് ജോലിയായാലും ബിസിനസ്സായാലും. നമ്മളിപ്പോൾ ഒരാളോട് പറയുന്നതേ അവരറിയുന്നുള്ളൂ, നമ്മളതിൽ എത്രത്തോളം 100% ആത്മാർത്ഥയോടെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മളത് ചെയ്യുന്നു, ആ മാനേജർ നമ്മളുടെ നന്ദി കണ്ടിട്ട് നമ്മൾക്ക് കൂടുതൽ പണവും കൂടുതൽ സൗകര്യങ്ങളും പ്രമോഷൻസും തരുന്നു. ആ ഒരു സങ്കല്പത്തിൽ വേണം ചെയ്യാൻ. ഇത് നമ്മുടെ യൂണിവേഴ്സിലെ ഗോഡ് നമ്മുടെ ഒപ്പം നടക്കുന്ന മാനേജരാണ്. നമ്മൾ എന്ത് ചെയ്താലും സത്യസന്ധമാണോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥയോടാണോ ചെയ്യുന്നതെന്ന് നോക്കുന്നത്, അത് ഏത് പ്രവൃത്തിയാണെങ്കിലും. അപ്പോൾ എപ്പോഴും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് ഒരാളൊപ്പമുണ്ട്, അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയോട് നമ്മൾ 100% ആത്മാർത്ഥത കാണിക്കണം. അങ്ങനെ നമ്മൾ സത്യസന്ധമായി ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാവും. അതനുസരിച്ച് നമുക്ക് പ്രൊമോഷൻസ് ഉണ്ടാവും, അതനുസരിച്ച് നമുക്ക് ശമ്പളം കൂട്ടും, അതനുസരിച്ച് നമ്മളുടെ ജീവിത നിലവാരം ഉയർത്തും. അതുകൊണ്ടാണ് ഒരേ ജോലി ചെയ്യുന്ന 2 പേരിൽ ഒരാൾക്ക് ഉയർച്ചയും മറ്റൊരാൾക്ക് താഴ്ചയും ഉണ്ടാകുന്നത്. കാരണം ആ ഉയർച്ചയുള്ള ആൾ അയാളുടെ ജോലി കൃത്യമായും സത്യസന്ധമായും ചെയ്യുന്നു, അത് യൂണിവേഴ്സലെ ഗോഡ് കാണുന്നു, അതനുസരിച്ചുള്ള ഉയർച്ചകൾ നൽകുന്നു. ചിലപ്പോൾ നിങ്ങൾ പറയും പെട്ടെന്ന് പണം കിട്ടുന്നവരുണ്ട്, കള്ളക്കടത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തിയെന്ന്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നവരുടെ കാര്യം, കുറച്ച് കഴിയുമ്പം ആ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും നേരായ വഴിയിലല്ലാതെ പണം ഉണ്ടാക്കുന്ന പല കുടുംബങ്ങളിലും പിന്നീട് നമ്മൾക്ക് കാണാം ഒരു കാലയളവ് കഴിയുമ്പോൾ ആ കുടുംബം ക്ഷയിച്ചു വരുന്നത്. ഒന്നിൽ അസുഖം കൊണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടകരമായ കാര്യങ്ങൾ കൊണ്ടാകാം, അതല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിലുണ്ടാകുന്ന തകർച്ച കൊണ്ടാകാം. അല്ലാത്തവർക്ക് ഇനിയും തകർച്ച ഉണ്ടായാലും അവർ പെട്ടെന്ന് കയറി വരും. അപ്പോൾ നമ്മൾ ഏറ്റവും കൃതജ്ഞതയുള്ളവരായിരിക്കണം നമ്മുടെ ജോലിയോട്. അത് എന്ത് തന്നെയാവട്ടെ, അത് കൃതജ്ഞതയോടെ തന്നെ ചെയ്യണം. 10 രൂപയുടെ പണിയാണെങ്കിലും 100 രൂപയുടെ പണിയാണെങ്കിലും സത്യസന്ധമായി ചെയ്യുക. അത് നമ്മളെ കൊണ്ട് കഴിയാവുന്നത്ര ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കി ദിവസത്തെയെല്ലാം എല്ലാവരും 1 തൊട്ട് 5 വരെയുള്ളതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. അത് ദിവസവും ചെയ്യേണ്ടതാണ്. പൊതുവെയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക ഒന്നാമത്തെ ദിവസത്തെ. നമുക്കപ്പോൾ പൊതുവായിട്ടെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. നമ്മുടെ ഹെൽത്തിനെ പറ്റി എഴുതാം, നമ്മളുടെ പ്രവൃത്തികളെ പറ്റി എഴുതാം, പിന്നെ നമ്മളുടെ റിലേഷൻഷിപ്പിനെ പറ്റി എഴുതാം, പിന്നെ നമുക്ക് പൊതുവേ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എഴുതാം. ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം. രാത്രിയിൽ മാജിക്കൽ സ്റ്റോൺ നമ്മുടെ കിടക്കയുടെ അരികിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും, അതെടുത്തിട്ട് നമ്മൾ അതേ തൊട്ടുകൊണ്ട് അതെല്ലാം ഒന്നുകൂടെ ഓർക്കണം. പിന്നെ നമ്മൾ പണത്തിൻ്റെ കാര്യത്തിൽ കൃതജ്ഞതയുള്ളവരായിരിക്കണം. നമ്മൾ പൈസ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു ഏതെങ്കിലും ഒരു നോട്ട് എടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. നമ്മളിപ്പം അത് കാണുമ്പോൾ അതിനോട് നന്ദി പറയുക. റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂ ഉള്ളവർ മൊബൈലിലോ അല്ലാതെയോ നമുക്ക് ഇഷ്ടമുള്ളവരുടെ ഫോട്ടോ എടുത്ത് വെച്ചതിന് ശേഷം കാണുമ്പോൾ അവർ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയാം, അവർ തന്ന സ്നേഹത്തിന് നന്ദി പറയാം. ഹെൽത്തിന് ഇഷ്യൂ ഉള്ളവർ ദിവസവും നമ്മളുടെ ഹെൽത്തിനെ പറ്റി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. വൈകുന്നേരം ആകുമ്പോൾ അത് കേൾക്കുക, വേണമെങ്കിൽ നമുക്കത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കേൾക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്.